ആനിമേഷൻ മൂവീസൊക്കെ കാണുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു കിഡിലൻ പടമാണ് ഫ്ലോ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു പടത്തിന്. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൽ ഹ്യൂമൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡയലോഗ് പോലും ഇല്ലാതെയാണ് ഈ ഒരു പടത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽസ് കൊണ്ടും മാത്രം കഥ പറഞ്ഞു പോകുന്ന ഒരു പടം. മെയിൻ ക്യാരക്ടറായിട്ട് ഒരു പൂച്ചക്കുട്ടിയാണ് വരുന്നത്. പൂച്ചക്കുട്ടി മാത്രമല്ല, മറ്റു പല ജീവികളും ഈ ഒരു പൂച്ചക്കുട്ടിയോടൊപ്പം ഈ ഒരു പടത്തിലുണ്ട്. ഒരുപാട് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഈ ഒരു പടം വേർതിരിയുന്നത് അതിലൊക്കെ ഹ്യൂമൻസ് ഈ ഒരു അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ഈ ഒരു ഫ്ലോ എന്ന പടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരില്ലെങ്കിലും ഇതേ അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നിന്നും അവിടെയുള്ള മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്നതാണ് ഈ ഒരു പടം കാണിച്ചു തരുന്നത്. അത് നമുക്ക് ഒരു പൂച്ചക്കുട്ടിയുടെ ക്യാരക്ടറിലൂടെ കാണിച്ചു തരുന്ന ഒരു കിഡിലം പടമാണ് ഫ്ലോ. പ്രത്യേകിച്ച് ആ ഒരു പൂച്ചക്കുട്ടിയുടെ ക്യാരക്ടറിൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിലിംഗ്. റിയൽ വേൾഡിൽ ഒരു സാധാരണ ഒരു പൂച്ചക്കുട്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടും, ഭയപ്പെടുന്ന സമയത്ത്, അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പൂച്ചക്കുട്ടി കാട്ടിക്കൂട്ടുന്നതൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു പടത്തിൽ എടുത്തു വച്ചിരിക്കുന്നത്. 2024 മികച്ച ആനിമേഷൻ മൂവിക്കുള്ള 3 അവാർഡുകളും ഈ ഒരു പടത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ ഈ ഒരു പടം കാണാൻ പ്രേരിപ്പിച്ചത് ഈ കാര്യങ്ങളൊന്നുമല്ല. ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയറിലാണ് ഈ ഒരു പടം മുഴുവനായിട്ട് എടുത്തത് എന്നതാണ്. ബ്ലെൻഡർ എന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. പേഴ്സണലി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്രയും ഗംഭീരമായി ഒരു പടം എടുക്കാമെന്നുകൂടെ തെളിയിച്ച ഒരു പടമാണ് ഫ്ലോ. നിങ്ങളൊരു ക്യാറ്റ് ലവറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ളൊരു ആനിമേഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വട്ടമൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും പടം തന്നെയാണിത്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു പടം കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.